ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ള നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ആർക്കൊക്കെ അഡ്മിഷൻ എടുക്കാം അല്ലെങ്കിൽ ആർക്കൊക്കെ അഡ്മിഷൻ ലഭിക്കും എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് ഇരുന്ന് കാണാം. ഒരു യൂസ്ഫുൾ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ സീറ്റ് പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ആർക്കൊക്കെ അഡ്മിഷൻ എടുക്കാൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആർക്കൊക്കെയാണ് അഡ്മിഷൻ ലഭിക്കുക, അല്ലെങ്കിൽ ഏതൊക്കെ സർട്ടിഫിക്കറ്റ് ആണ് വാലിഡ് ആയിട്ടുള്ളത്, +2 കഴിഞ്ഞ സ്റ്റുഡൻസിന് എല്ലാ സ്റ്റുഡൻസിനും ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ കുറേ ഡൗട്ട്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. നോർമലി നമ്മൾ ഡിഗ്രി ചെയ്യുമ്പോൾ +2 കഴിഞ്ഞ സ്റ്റുഡൻസിന്, +2 പാസ്സായ സ്റ്റുഡൻസിന് ഡിഗ്രി ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഡിഗ്രി ചെയ്യുന്നതിലൂടെ ഈ +2 ബേസ് ക്വാളിഫിക്കേഷൻ ആണ്, അതായത് +2യുടെ ബേസ് ക്വാളിഫിക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ +2 പാസ്സായ ബോർഡ് ആദ്യം നമ്മൾ നോക്കണം. അതായത് +2 സർട്ടിഫിക്കറ്റ് UGC സർട്ടിഫിക്കറ്റ്, അതായത് UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണോ അല്ലെങ്കിൽ കേരള ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് ആണോ എന്നൊക്കെ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം. എന്നിട്ട് മാത്രമേ നമുക്ക് ശ്രീനാരായണ ഗുരുവിൽ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഡിഗ്രി എടുക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഏത് ഡിഗ്രി എടുക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരള ബോർഡിലൊക്കെ +2 ഫെയിലായ സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് അവർക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുമോ, ഇനി ഹയർ സ്റ്റഡീസിന് പോകാൻ പറ്റുമോ എന്നൊക്കെ കുറേ സ്റ്റുഡൻസിന് കൺഫ്യൂസ്ഡ് ആയിരിക്കും. അവർക്ക് ഡിഗ്രി ചെയ്യാൻ പറ്റുമോ? ഓക്കെ, അപ്പോൾ അവരാണ് ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതായത് കേരള ബോർഡിൽ നിങ്ങൾ +2 ഫെയിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാലിഡ് ആയിട്ടുള്ള ഒരു UGC സർട്ടിഫിക്കറ്റ് തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ NIS ഒക്കെ നമുക്ക് വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് തന്നെ എടുക്കാൻ ശ്രമിക്കുക. കാരണം ഇപ്പോൾ നമ്മുടെ ഈ ബിസി ലൈഫിലൊക്കെ ഏറ്റവും കൂടുതലും പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോകും. ഓക്കെ, അപ്പോൾ ഒന്ന് നമ്മൾ എമൗണ്ട് കൊടുത്തിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ അത് മേടിക്കുന്നവരുണ്ടായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈൻ എക്സാം എഴുതിയിട്ട് നിങ്ങൾക്ക് മേടിക്കുന്നവരുണ്ടായിരിക്കും. ഈ ഒട്ടും ടൈമില്ലാത്ത, അതായത് ഒട്ടും ടൈമില്ലാത്ത സ്റ്റുഡൻസൊക്കെയാണ് നിങ്ങൾക്ക് ഓൺലൈൻ എക്സാം കൂടുതലായിട്ട് പ്രിഫറൻസ് കൊടുക്കുന്നത്. ഓക്കെ, അവരാണ് ഓൺലൈൻ എക്സാമിൽ പെട്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഓൺലൈൻ എക്സാം ഒന്നും വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആവില്ല നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ എമൗണ്ട് കൊടുത്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആവില്ല വരുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഗ്രിക്ക് അഡ്മിഷൻ ലഭിക്കില്ല. UGC അപ്രൂവ്ഡ് ആണോ പിന്നെ കേരള ബോർഡിലാണോ എന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഡിഗ്രി എടുക്കാവുന്നതാണ്. കൂടാതെ തന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിനും വാലിഡ് ആണ്. കൂടാതെ തന്നെ നിങ്ങൾ ഹയർ സ്റ്റഡീസിന് പോവുകയാണെന്നുണ്ടെങ്കിലും ഒരു ബുദ്ധിമുട്ടും വരില്ല. നിങ്ങളുടെ ജോബിനാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ ഡിഗ്രി ചെയ്യാനാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കോഴ്സ് എടുക്കാനാണെന്നുണ്ടെങ്കിലും ഒന്നും നമുക്ക് വാല്യൂവിൻ്റെ കാര്യത്തിൽ ഒരു ഡൗട്ടും വരില്ല, ഒരു പ്രശ്നവും വരില്ല. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള UGC അപ്രൂവ്ഡ് ആണോ എന്നുള്ളത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. അതായത് കേരള ബോർഡ് ഫെയിലായ സ്റ്റുഡൻസിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അവർ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ ഓൺലൈൻ എക്സാം എഴുതി നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി, അതല്ലാതെ തന്നെ നിങ്ങൾ ഇനിയിപ്പോൾ എമൗണ്ട് കൊടുത്തിട്ടൊക്കെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി എന്നൊക്കെ വിചാരിക്കുക. ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് നിങ്ങൾ ഡിഗ്രി ചെയ്യുമ്പോൾ ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് എല്ലാം കഴിയുമ്പോൾ രജിസ്ട്രേഷൻ ടൈമിലായിരിക്കും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരിക. കാരണം നമുക്ക് റിജക്റ്റ് ആവും. അതായത് നമ്മുടെ വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിജക്റ്റ് ആവും.
അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഓൺലൈൻ എക്സാം അവോയ്ഡ് ചെയ്യുക. ഇങ്ങനത്തെ ഈ എമൗണ്ട് കൊടുത്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക, സ്കിപ്പ് ചെയ്യുക. ഇതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്, നിങ്ങളുടെ ഫ്യൂച്ചറിന് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. പിന്നെ ചില സ്റ്റുഡൻസിനുള്ള ഒരു ഡൗട്ടാണ്, ഈ +2 പാസ്സായി കഴിഞ്ഞാൽ, അതായത് +2 ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, ഒരു ഹ്യൂമാനിറ്റീസ് എടുത്ത ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ BA സോഷ്യോളജി മാത്രമാണോ അല്ലെങ്കിൽ BA പൊളിറ്റിക്സ് ആണോ BA ഹിസ്റ്ററി ആണോ ഒക്കെ എടുക്കാൻ പറ്റുക എന്ന് കുറേ സ്റ്റുഡൻസ്, അവർക്ക് മാത്രമാണോ ഇത് എടുക്കാൻ പറ്റുക കുറേ സ്റ്റുഡൻസ് ഡൗട്ട് ഉണ്ടായിരിക്കും. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് +2 വാലിഡ് ആയിട്ടുള്ള പാസ്സായ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ചെയ്യുമ്പോൾ ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏത് കാറ്റഗറി, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് സബ്ജക്റ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ UGCയുടെ സർട്ടിഫിക്കറ്റ് ആണോ എന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ UGC സർട്ടിഫിക്കറ്റ് ആണോ അല്ലെങ്കിൽ കേരള ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രിയിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിജക്ഷൻ വരും. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നിങ്ങളൊരു അഡ്മിഷൻ എടുക്കുമ്പോൾ, +2 ഒരു അഡ്മിഷൻ എടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണോ കിട്ടാന്ന് ആദ്യം ചെക്ക് ചെയ്തിട്ട് അന്വേഷിച്ചിട്ട് മാത്രം നിങ്ങൾ ആ എക്സാം കണ്ടക്ട് ചെയ്യുക. കൂടാതെ തന്നെ ഡിഗ്രി എടുക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് തന്നെ വേണം. ഓക്കെ, അപ്പോൾ അത് ആരും മറക്കണ്ട. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ ഇവിടുന്ന് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ കൂടാതെ തന്നെ നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കീപ് ഗോയിങ്, ഹാപ്പി ലേണിംഗ്.